ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷാണ് പരിചയപ്പെടാൻ പോകുന്നത്. കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് വരുന്നത് വൺ പാൻ ചിക്കൻ ആൻഡ് പൊട്ടാറ്റോസ് എന്നാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ പാനിൽ തന്നെ എല്ലാം ഇട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ആളുകൾ മൈക്രോവേവ് അവനിൽ വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഫുഡാണ്. നമ്മൾ ഇന്ത്യക്കാർ അധികം പേർക്കൊന്നും ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമാകണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളീയർക്ക് എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെന്താണ് കുറച്ച് മുളക് പൊടി കൂടുതൽ ഇടണം. അങ്ങനെ നമ്മുടെ കേരളീയ സ്റ്റൈൽ ഒന്ന് ഡിഫറെൻ്റാണ് ഫുഡിൽ. അപ്പോൾ നമ്മൾ കേരളീയർക്ക് ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇപ്പോൾ കൂടുതൽ പേരും ജിമ്മിലൊക്കെ പോകുന്നവർ, അല്ലെങ്കിൽ പോട്ടെ സെലിബ്രിറ്റീസ്, അവരുടെ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ രാത്രി ഒരു നേരം ഇത് ഡിന്നറായിട്ട് കഴിക്കുന്നുണ്ട്. അധികം പേരില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ ചിക്കൻ എങ്ങനെ ഒന്ന് ഡിഫറെൻ്റ് ആക്കി കഴിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ഡിഷ്. ഓക്കെ, എൻ്റെ ഈ വിഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ വെജിറ്റബിൾ നമുക്ക് വേണ്ടത് പൊട്ടാറ്റോസ്, ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. ഞാനിവിടെ കൈയുടെ പീസസാണ് ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒന്നൊന്നായിട്ട് നമ്മുടെ ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ആ പാനിലേക്ക് അടുക്കി നിരത്തി വയ്ക്കുക. ശേഷം നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ട ചേരുവകളെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലൂടെ ആകുമ്പോൾ കൂടുതൽ വിസിബിൾ ആവുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തു. അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കുറച്ചുകൂടി നല്ലത്. ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ നമുക്കങ്ങനെ ഒലിവ് ഓയിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ എടുത്ത് ഒഴിക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 നാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മുടെ ചിക്കനിൽ അധികം നമ്മുടെ കേരള സ്റ്റൈൽ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടായികയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 നാരങ്ങ ചേർത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ 2 നാരങ്ങ നീര് ചേർത്തു. അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ 1 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ നമ്മുടെ ഗരം മസാല സ്പൈസസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരുന്നതുണ്ടായിരുന്നു. അപ്പോൾ അത് 1 സ്പൂൺ ഇട്ടു. പിന്നെ നമ്മുടെ ഗാർലിക്ക് ഞാൻ ഒറ്റ ഉണ്ട എടുത്തിട്ട് അതിനെ നല്ലപോലെ ക്രഷ് ചെയ്ത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിനെ എടുത്ത് നമ്മുടെ ചിക്കൻ്റെയും പൊട്ടറ്റോസിൻ്റെയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൽ മൂട്ടിലൊരു അല്പം അരപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പിന്നെ പറയാവേ. അതിനുശേഷം അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മാറ്റി വെച്ചതിനെ നമ്മുടെ ക്യാപ്സിക്കവും ടൊമാറ്റോയും കൂടി ഒന്ന് മിക്സ് ചെയ്തു അരപ്പിൽ. അതിനുശേഷം അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിട്ട് കൊടുത്തു. 1 തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നോട്ട് ദ പോയിൻ്റ്. ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെക്കുന്നു. നമുക്ക് മൈക്രോവേവ് ഓവൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അവൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ അവൻ ഇല്ലാത്തവർ എന്താ ചെയ്യുക, ഒരു പാൻ വയ്ക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് കുക്കറാണെങ്കിൽ കുക്കർ എടുത്ത് വെച്ച്, കേക്ക് ഉണ്ടാക്കുന്ന അതിലാണെങ്കിൽ അതിനെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും അല്ലേ. ഇതേപോലെ ഇങ്ങനെ പാൻ വയ്ക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ച് ആ പാനും കൂടി എടുത്ത് വയ്ക്കുന്നു. പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ട ചൂടൊക്കെ വന്ന് തുടങ്ങി. ഇത് നമ്മൾ എപ്പോഴും തുറന്നു കൊടുക്കരുത്. ഇത് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാനൊരു വെയിറ്റുള്ള കുക്കറിനെയാണ് എടുത്ത് വെച്ചത്. ചോറ് റെഡിയായിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്തങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ റെഡിയായതിന് ശേഷം ഒരു മണിക്കൂർ എനിക്കിത് അതായത് മീഡിയം ഫ്ലെയിം മുതൽ ലോ ഫ്ലെയിം വരെ ഞാൻ വെച്ച് കൊടുത്തു. അങ്ങനെ 1 മണിക്കൂർ
വേണ്ടി വന്നു ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ എന്താ, നമ്മുടെ 1 പാൻ ചിക്കൻ ആൻഡ് പൊട്ടറ്റോസ് റെഡിയായി. ഇത് നമുക്ക് ഡിന്നറിന് ഭയങ്കര ബെസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കിടക്കാച്ച വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.